കടലാമകൾ കൂട്ടത്തോടെ കരയിലേക്ക്. ഇത് കേരള തീരത്തല്ല, ഒഡീഷയുടെ തീരപ്രദേശത്താണ് അപൂർവ കാഴ്ച. ആലപ്പുഴയിലെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. മുട്ടയിടുന്നതിന് വേണ്ടിയാണ് കടലാമകൾ ഇങ്ങനെ കൂട്ടത്തോടെ കരയിലേക്ക് എത്തുന്നത്. ഒഡീഷയിലെ കടൽ തീരത്ത് നിന്നുള്ള ഒരു അപൂർവ കാഴ്ചയാണിത്. തോട്ടപ്പള്ളിയിലെ വൈൽഡ് ഫോട്ടോഗ്രാഫറായ സജി ജയമോഹനാണ് മനോഹരമായ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. കടലാമകളെ ഏറെ ഇഷ്ടപ്പെടുന്ന യുവാവ് ചെറുപ്പം മുതൽ തന്നെ കടലാമകളെ സംരക്ഷിക്കണമെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കടലാമകളെ തേടി ഇറങ്ങിയത്. ഇതിനിടയിലാണ് ഒഡീഷയുടെ തീരപ്രദേശത്ത് കടലാമക്കൂട്ടം എത്തിയെന്നറിയുന്നത്. ഇതെന്തുകൊണ്ടാണ് കടലാമകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്നതെന്ന് സജി ജയമോഹൻ തന്നെ പറയും. അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ലക്ഷക്കണക്കിന് കടലാമകളാണ്, ഒലിവ് റിഡ്ലി കടലാമകളാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ തീരത്തേക്ക് കയറി വന്ന് മുട്ടയിടാൻ വേണ്ടി വരുന്നത്. ഇത് ചുരുങ്ങിയ ദിവസങ്ങളിലേ കാണുള്ളൂ. ഏകദേശം 5 മുതൽ 10 ദിവസത്തിനകത്ത് മാത്രമാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുക. മുട്ടയിടാനായിട്ട് വരുന്നതാണ്. ലോകത്ത് എവിടെ പോയാലും ഈ കടലാമകൾ ലോകത്ത് ഉള്ള എവിടുന്ന് വേണമെങ്കിലും ആ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് മുട്ടയിടാൻ വേണ്ടി വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതിശയം. കടലാമകളെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്. കാരണം മത്സ്യസമ്പത്തിന് ഏറെ ദോഷകരമായി മാറുന്ന ജെല്ലി ഫിഷുകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കടലാമകൾ ചെയ്യുന്നത്. കടലാമകൾക്ക് വലിയൊരു പങ്കാണ് കടലിലെ മത്സ്യസമ്പത്തിൻ്റെ നിലനിൽപ്പിന് കടലാമകൾ വലിയൊരു പങ്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ജെല്ലി ഫിഷ്, നമ്മുടെ നാട്ടിൽ ലോക്കലി പറയുന്ന കടൽ ചൊറി എന്ന് പറയുന്ന ജെല്ലി ഫിഷിനെ കൺട്രോൾ ചെയ്യുന്നതിൽ കടലാമയ്ക്കാണ് ഏറ്റവും പ്രധാന സ്ഥാനമുള്ളത്. കടലാമകൾ കരയിൽ നിന്നും കടലിലേക്ക് പോയാൽ വർഷങ്ങൾക്ക് ശേഷം മുട്ടയിടുന്നതിനായി ഈ ആമകൾ വീണ്ടും ഇതേ സ്ഥലത്ത് മടങ്ങിയെത്തും. സാധാരണ ഒരു കടലാമയുടെ ആയുസ് 80 വയസ്സ് വരെ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന കടലാമകളാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒഡീഷയുടെ തീരത്ത് മുട്ടയിടുന്നതിന് വേണ്ടി എത്തിയത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.